മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 4th സെമ്മിലെ കോർ മാത്തമാറ്റിക്സ് ആയ ലീനിയർ ആൾജിബ്ര എന്ന പേപ്പറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ. നോക്കിക്കോ, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇതിൽ കോർഡിനേറ്റ്സ് ആൻഡ് ബേസിസ് എന്നാണ് നമ്മളുടെ ടോപ്പിക്ക് വരുന്നത്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസുകളെ കുറിച്ചാണ്. ഓക്കെ, വെക്റ്റർ സ്പേസുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വെക്റ്റർ സ്പേസുകളുടെ ബേസിസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിളും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നോക്കിക്കേ, ഇവിടെ പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു V1 V2 എക്സെട്ര Vn എന്ന് പറയുന്ന ഒരു വെക്റ്റേഴ്സിൻ്റെ സെറ്റിന് നമ്മളെടുത്തു. n എലമെൻറ്റ്സ് ഉള്ള ഒരു എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മളെടുത്തു. ഈ ഒരു സെറ്റ് വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ അവിടെ നമ്മളെടുത്ത V1 V2 എക്സെട്ര Vnകളെല്ലാം ഏത് വെക്റ്റർ സ്പേസ് എടുത്തത്? ക്യാപിറ്റൽ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് നമ്മളെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന സെറ്റ് ക്യാപിറ്റൽ വിൻ്റെ ബേസിസ് ആവണമെങ്കിൽ ഈ എസ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, ഈ എസ് എന്ത് ചെയ്യണം? സ്പാൻസ് വി. അതായത് എസ് വിനെ സ്പാൻ ചെയ്യണം. അതായത് വിയിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനെ എല്ലാം എസ്സിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റണം. അതാണ് സ്പാനിങ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് ആ സെറ്റ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അതായത് നമുക്ക് തന്നിട്ടുള്ള എസ്സിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന കോൺസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന സ്കേലാറുകൾ എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി 0 ആവണം. അപ്പോഴാണ് എന്തായി മാറുക മക്കളെ? എസ് എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. അപ്പോൾ എസ് ബേസിസ് ആവാൻ, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആവാൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, എസ് എന്ന് പറയുന്ന സെറ്റ് ആ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ എസ് എന്ന് പറയുന്ന സെറ്റ് എന്താവണം മക്കളെ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. നോക്കാം, നമുക്ക് ചില എക്സാമ്പിളുകൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ മക്കളെ, എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സാമ്പിൾ ഫസ്റ്റ് വണ്ണ് ഞാൻ എടുക്കുന്നത്, നമുക്കറിയാം Rn എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ഉണ്ടല്ലോ അല്ലേ. അപ്പം വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ആയിട്ട് ആരെടുക്കുന്നു മക്കളെ? Rn എടുക്കുന്നു. ഓക്കെ, Rn എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ എലമെൻറ്റുകളും എന്തായിരിക്കും? n ട്രിപ്പിളായിട്ടാണ് അതിൽ എലമെൻറ്റ്സുകൾ ഉണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ ബേസിസ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ എസ് എന്ന് പറയുന്ന സെറ്റായിട്ട് എടുക്കുന്നത് E1 E2 എക്സെട്ര En ആണ്. പറയാം എന്താണെന്നുള്ളത്. അതായത് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആവുക, ബാക്കി എല്ലാ എലമെൻറ്റ്സുകളും 0 ആവുക. ആൻഡ് E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ് 1 ആവുക, ബാക്കി എല്ലാ എലമെൻറ്റുകളും 0 ആവുക. ആൻഡ് എക്സെട്ര En എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ എലമെൻറ്റ് മാത്രം എന്താവും മക്കളെ? 1 ആവുക. ഓക്കെ, അതാണ് E1 E2 എക്സെട്ര En എന്ന് പറയുന്നത്. അപ്പോൾ ഈ E1 E2 എക്സെട്ര Enകളുടെ കളക്ഷനാണ് നമ്മൾ ആരെടുത്തത്? എസ് എന്ന് പറയുന്ന സെറ്റ് എടുത്തത്. ഇനി നമ്മൾ തെളിയിക്കാൻ പോകുന്നത്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ മക്കളെ? ഈ എസ് എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ വിൻ്റെ Rnൻ്റെ ഒരു ബേസിസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ബേസിസ് ആണെന്ന് കാണിക്കാൻ ഫസ്റ്റ് നിങ്ങൾ എന്ത് കാണിക്കണം മക്കളെ? എന്ത് ചെയ്യുന്നുണ്ട്? എസ് സ്പാൻസ് വി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. എസ് ആരെ സ്പാൻ ചെയ്യുന്നുണ്ട്? വീനെ സ്പാൻ ചെയ്യുന്നുണ്ട് പ്രൂവ് ചെയ്യണം. അതെങ്ങനെ നോക്കിക്കോ. അപ്പോൾ എസ് വീനെ സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? വിയിലുള്ള ഏതൊരു എലമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ എലമെൻറ്റിനെ എസ്സിലുള്ള എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റണം. ശ്രദ്ധിച്ചോ, ഞാനപ്പോൾ അതിന് വേണ്ടി നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു Rn ആണ്. സോ ഞാൻ ഒരു യു എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ നിന്ന് എടുത്തു മക്കളെ? Rnൽ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ യു എന്ന് പറയുന്ന എലമെൻറ്റിന് എനിക്ക് n ട്രിപ്പിളായിട്ട് എഴുതാൻ പറ്റും. അതായത് U1 U2 എക്സെട്ര UN. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ? പറ്റും. ഇനി ഇതാണ് യു എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ U1 U2 എക്സെട്ര UN എന്ന് പറയുന്നൊക്കെ റിയൽ നമ്പേഴ്സാണ് വരുന്നുണ്ടാവുക. ശ്രദ്ധിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാണ്. അതായത് U1 ഇൻറ്റു 1 0 0 എക്സെട്ര 0 അങ്ങനെ കൊടുത്താൽ എന്താ കിട്ടുക? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ U1 റിയൽ നമ്പർ അല്ലേ. സോ U1 ഇൻറ്റു 1 ഫസ്റ്റ് പ്ലേസിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? U1 ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ 0 ആയിരിക്കും. പ്ലസ് U2 ഇൻറ്റു 0 1 0 എക്സെട്ര 0
പ്ലസ് എക്സെട്ര എന്ത് കൊടുത്തു പ്ലസ് UN ഇൻറ്റു 0 0 എക്സെട്ര 1. ഓക്കെ, നോക്കിക്കേ, ഇതൊരു ലീനിയർ കോമ്പിനേഷനാണ്. U1 U2 എക്സെട്ര UN എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സാണ്. ഈ ലീനിയർ കോമ്പിനേഷൻ്റെ എക്സ്പാൻഷൻ എന്താ വരിക ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് മക്കളെ? ഇത് E1 ആണ്, ഇത് E2 ആണ്, ഇത് എക്സെട്ര EN ആണ്. സോ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ, ഇതിനെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് U1, ബാക്കി എല്ലാതും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ബാക്കി എല്ലാ എലമെൻറ്റുകളും 0 ആയിരിക്കും. പ്ലസ് ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് U2, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെ അവസാനത്തെ എലമെൻറ്റ് മാത്രം UN വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് എലമെൻ്റ് എല്ലാം 0 ആയതുകൊണ്ട് അവിടെ U1 മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് എലമെൻറ്റിൽ U1 U2 മാത്രമേ ഉള്ളൂ, U2 ഉണ്ടാവും, എക്സെട്ര ആരുണ്ടാവും? UN ഉണ്ടാവും. ഇതല്ലേ നമ്മളുടെ U എന്ന് പറയുന്നത് അല്ലേ? അതായത് ഈ U എന്ന് പറയുന്ന എലമെൻറ്റിനെ E1 E2 എക്സെട്ര ENൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതിയോ അല്ലേ? ലീനിയർ കോമ്പിനേഷനാക്കി എഴുതിയില്ലേ? എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എന്ത് പറയാം? SR സ്പാൻ ചെയ്യുന്നുണ്ട്, RNനെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ സ്പാനിങ് ഓക്കെ ആയി അല്ലേ? ഇനി എന്തും കൂടെ വേണം? അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് കാണിക്കണം മക്കളെ. സെക്കൻഡ് കണ്ടീഷൻ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കണം. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചു നോക്കണം. നോക്കിക്കോ, അപ്പോൾ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൾ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഓരോ സ്കേലാറുകളും ഓരോ കോഎഫിഷ്യൻറ്റുകളും എന്താവണം മക്കളെ? 0 ആവണം. നോക്കിക്കോ, അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തോ. അപ്പോൾ എന്താ കിട്ടുക? ഞാനിങ്ങനെ കൊടുത്തു K1 E1 പ്ലസ് K2 E2 പ്ലസ് എക്സെട്ര പ്ലസ് KN EN ഈക്വൾ ടു 0 എന്ന് വരും. ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ RNലെ 0 ആണ് കേട്ടോ. RNലെ 0 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 0 0 എത്ര സീറോസ് ഉണ്ടാവും? N ട്രിപ്പിൾ എല്ലാ എലമെൻസുകളും 0 ആയിട്ട് വരും. നോക്കിക്കോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. E1 നമുക്കറിയാം, അതായത് K1 ഇൻറ്റു 1 0 0 0 എക്സെട്ര പ്ലസ് K2 ഇൻറ്റു 0 1 0 എക്സെട്ര 0 പ്ലസ് എക്സെട്ര പ്ലസ് KN ഇൻറ്റു 0 0 എക്സെട്ര 1 ഈക്വൾ ടു ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റുകളും എന്താവണം? 0 ആവണം. ഇനി നോക്കിക്കുക, ഇത് ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ K1 0 0 എക്സെട്ര 0 പ്ലസ് ഇവിടെ 0 K2 എക്സെട്ര 0 പ്ലസ് ഇവിടെ 0 0 എക്സെട്ര KN ഈക്വൾ ടു 0 0 എക്സെട്ര 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആഡ് ചെയ്തോ. ആഡ് എന്താ കിട്ടും മക്കളെ? നേരത്തെ കിട്ടിയ പോലെ തന്നെ കിട്ടൂലേ? അതായത് K1 K2 എക്സെട്ര KN ഇസ് ഈക്വൾ ടു 0 0 0 എക്സെട്ര 0 എന്ന് കിട്ടും. അതായത് ഈ രണ്ട് ഓർഡേഡ് ഈ രണ്ട് N ട്രിപ്പിളുകൾ എന്തായി? ഈക്വലായി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം മക്കളെ? K1 ഇസ് ഈക്വൾ ടു 0 വരും, K2 ഈക്വൾ ടു 0 വരും, എക്സെട്ര KN ഇസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. അതായത് നമ്മൾ ലീനിയർ കോമ്പിനേഷൻസ് ഈക്വൾ ടു 0 എന്ന് കൊടുത്തപ്പോൾ K1 K2 KN ഒക്കെ എന്തായി മാറി? എല്ലാ KNസുകളും എന്തായി മാറി മക്കളെ? 0 ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് എസ് എന്ന് പറയുന്ന സെറ്റ് RNനെ സ്പാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം മക്കളെ? എസ് ഈസ് എ ബേസിസ് ഫോർ V ഈക്വൾ ടു RN. V ഈക്വൾ ടു RN എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആണ് എന്ത് എന്ന് കിട്ടി നമുക്ക്? എസ് എന്ന് കിട്ടി അല്ലേ? ക്ലിയർ ആയില്ലേ മക്കളെ? ഈ ഒരു ബേസിസ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? സോ നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെക്ടർ സ്പേസ് ആണ് നമ്മൾ എടുക്കുന്നത്. V ഈക്വൾ ടു PN എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആണ്. അതായത് PN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഡിഗ്രി പോളിനോമിയൽസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ PN എന്ന് പറയുന്നത്. ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഈ വെക്ടർ സ്പേസിൻ്റെ PN എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് എസ് ഇസ് ഈക്വൾ ടു 1 x സ്ക്വയർ എക്സെട്ര x പവർ n. ഓക്കെ, ഇത്
എന്താണെന്ന് കാണിക്കണം, ഇതിൻ്റെ ബേസിസ് ആണെന്ന് കാണിക്കണം. ബേസിസ് ആണെന്ന് കാണിക്കാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കണം, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാനിങ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്പാനിങ് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്നിലെ ഒരു വെക്ടർ കൺസിഡർ ചെയ്യാം. പി എന്നിലെ പി എന്ന് പറയുന്ന ഒരു വെക്ടർ ഞാൻ എടുത്തു. അതായത് പി ബിലോങ്സ് ടു പി എൻ. ഇതിൻ്റെ മീനിങ് എന്താ? പി എന്ന് പറയുന്നത് പി എന്നിലുള്ളൊരു വെക്ടർ ആണെങ്കിൽ ആ പി എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ അല്ലേ, ഒരു എൻ ഡിഗ്രി പോളിനോമിയൽ അല്ലേ. അപ്പോൾ എൻ ഡിഗ്രി പോളിനോമിയൽസ് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? അതിൻ്റെ കോമൺ നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാം. a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x)n. ഇതല്ലേ ഒരു പോളിനോമിയലിന് ജനറലായിട്ട് നമ്മൾ എഴുതാറുള്ളത്. സോ ഈ പോളിനോമിയലിന് അല്ലെങ്കിൽ ഇതാണ് പി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനെ ഈ ഒരു എലമെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇതിലുള്ള എലമെൻറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നെന്ന് കാണിക്കണം, നമുക്ക് സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. ശ്രദ്ധിച്ചോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞൂടെ. ഇവിടെ a0 a1 എക്സെട്ര a2 എക്സെട്ര an എന്ന് പറയുന്ന എന്താ മക്കളെ? കോൺസ്റ്റൻറ്റുകളല്ലേ. സോ ഇത് തന്നെ ഒരു സ്പാനിങ് അല്ലേ ആക്ച്വലി വരുന്നത് അല്ലേ? a1 a2 ഏത് ഉപയോഗിച്ചുകൊണ്ടാ? ആദ്യം a0 ഇതിന് മാറ്റി ചെയ്താണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മക്കളെ? a0 × 1 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x)n. ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഈ എസ്സിലുള്ള എലമെൻറ്റ്സ് അല്ലേ 1x x² എക്സെട്ര xn ആണല്ലോ. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ ആക്ച്വലി ഇത്. ആ ലീനിയർ കോമ്പിനേഷൻ അല്ലേ പി ആയിട്ടല്ലേ പി നമ്മൾ എഴുതിയത്. സോ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? പി എൻ എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയൽ വെക്ടർ സ്പേസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആര് സ്പാൻ ചെയ്യുന്നുണ്ട്? 1x x² എക്സെട്ര x⁴n എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്പാൻ ചെയ്യുന്നുണ്ട് കിട്ടും. ക്ലിയർ ആയില്ല മക്കളെ? ഇനി ഇതേ സെറ്റ് എന്താണെന്ന് കാണിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. ശ്രദ്ധിച്ചോ, ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കാൻ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് കൊടുത്താൽ എന്താ കിട്ടുക? അപ്പോൾ ഒരു k1 അല്ലെങ്കിൽ k0 പ്ലസ് k0 × 1 ആണ്. സോ k0 × 1 പ്ലസ് k1x പ്ലസ് k2x² പ്ലസ് എക്സെട്ര പ്ലസ് kn(x)n ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. ഇതിപ്പോൾ എന്താ ആക്ച്വലി വരുന്നത്? ഒരു nth ഡിഗ്രി ഇക്വേഷൻ ആയിട്ടാണ് കിട്ടിയത് അല്ലേ. nത്തോടെ ഇക്വേഷൻ ആയിട്ടാണ് കിട്ടിയത്. ഇത് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യുമല്ലോ ഇല്ലേ. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ അല്ലേ മക്കളെ. ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. ഈ ഹോമോജീനിയസ് ഇക്വേഷൻ എന്തായാലും എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ മക്കളെ? ഒരു ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ലേ. എന്താ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കോൺസ്റ്റൻറ്റുകൾ 0 ആവില്ലേ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് k0 is equal to k1 is equal to എക്സെട്ര ഈക്വൽ ടു kn is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അതായത് ഈ സെറ്റ് എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസ് ഈസ് എ ബേസിസ് ഫോർ പി എൻ. പി എൻ എന്ന് പറയുന്ന വെക്ടർ സ്പേസിന് ആര് ബേസിസ് ആണ്? അപ്പോൾ എസ് എന്ന് പറയുന്നത് ബേസിസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് രണ്ടിനെയും ആദ്യത്തേന് RNൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞു. അതേപോലെ പി എന്നിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ടാണ് ആര് വരുന്നത് മക്കളെ? ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് വരുന്നത്. സോ ക്ലിയർ ആയല്ലോ മക്കളെ? സോ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.